മലപ്പുറത്ത് നിന്ന് വണ്ടി എടുത്തിട്ട് കൊടുങ്ങല്ലൂർ പോയിട്ട് കാളാഞ്ചി ഫിഷ് ഇന്നലെ വാങ്ങി. ഏകദേശം ഒന്ന് 10 കിലോ ഉണ്ട്. അങ്ങനെ 2 കൊടുന്നു. ഒന്ന് ഞങ്ങൾ ഗ്രില്ലും ചെയ്യണം, ഒന്ന് വീട്ടിലേക്ക് ഉപയോഗിക്കണം. ആണ് സാധനം. ഒന്ന് 10 കിലോ ഉണ്ട്. ഇതവിടെ കൊണ്ടുപോയിട്ട് ഞങ്ങൾക്ക് ഇനി ഗ്രില്ല് ചെയ്യാനുള്ളതാണ്. നല്ല ഫ്രഷായിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഗ്രില്ല് ചെയ്യണം. അങ്ങനെ തൊലി കളയുന്ന ടാസ്കൊക്കെ കഴിഞ്ഞ് ഇനി മസാല പിടിപ്പിക്കാനുള്ള സെറ്റപ്പിലാണ്. അങ്ങനെ ഫിഷിൽ മസാല പുരട്ടാൻ ഞാനും നേപ്പാളിൽ നിന്നും ഇമ്പോർട്ട് ചെയ്ത സഞ്ജയ് ഭായും ടാസ്ക് ഏറ്റെടുത്തു. നമ്മുടെ ബ്രദറിൻ്റെ വീട്ടിലേക്ക് വീട്ടുജോലി വിത്ത് ഡ്രൈവറും കൂടെയാണ് സഞ്ജയ്. ഫാമിലിയുമായി അവർ ഇവിടെ താമസിക്കുന്നു. പരറ്റാൻ മടിയുള്ള കുറേ ആൾക്കാരുണ്ട്, കയ്യിൽ മസാല ആക്കാൻ മടിയുള്ള കുറേ ആൾക്കാരുണ്ട്. കുരുമുളക് കേട്ടോ. हमारे साथ एक नेपाली है, नेपाली बहादुर। तू मच्छी खाते हैं? आलू ज़्यादा खाते हो ना? मच्छी आलू मीट नहीं खाते? मीट भी सब खाते हैं? अंदर है ना, इससे अंदर जाना चाहिए. ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പച്ചക്കുരുമുളകാണ് ഇതിൽ ഞങ്ങൾ കൂടുതൽ മിക്സ് ചെയ്തിട്ടുള്ളത്. അത് എന്തായാലും കൈ നീറ്റി പുകയാൻ ചാൻസ് ഉണ്ട്. ഞങ്ങൾ ഗ്ലൗസ് ഒന്നും ഉപയോഗിച്ചിട്ടുണ്ടായില്ല. 10 കിലോൻ്റെ മേലുള്ള കാളാഞ്ചി, 10 കിലോൻ്റെ മേലുള്ള കാളാഞ്ചി 2 പീസ് കൊടുക്കുന്നുണ്ട്. ഒന്ന് ചെറുതായിട്ട് പീസാക്കി വെച്ചിട്ടുണ്ട്, ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. ഇത് ഉണ്ടാക്കാനായിട്ട് സ്പെഷ്യലായിട്ടുള്ള സാധനം നമ്മളെ കൂട്ടുകാരൻ അടിപൊളി ഗ്രില്ലുണ്ടാക്കി കൊടുക്കുന്നുണ്ടാവും. അത് 1.5 മീറ്റർ വലിപ്പമുള്ള ഗ്രില്ലുണ്ടാക്കിയിട്ടുണ്ട്. അതിൽ വെച്ചിട്ടാണ് നമ്മളിത് ചുടുന്നത്. ഫസ്റ്റ് ടാസ്ക് തീർന്നുണ്ട്. 1 മണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്ത് വെക്കണം. നെക്സ്റ്റ് ഫിഷിനെ മാക്സിമം കവർ ചെയ്യുക, പ്രൊട്ടക്ഷൻ ചെയ്യുക. ഫോയിൽ പേപ്പർ മാക്സിമം റോൾ ചെയ്തിട്ടുണ്ട്. ഒരു 15 പ്രാവശ്യം നമ്മൾ റോൾ ചെയ്തിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന ഫോയിൽ പേപ്പർ തീരെ കട്ടി കുറവായതുകൊണ്ട് തന്നെ പൊട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ 1.5 മീറ്റർ ലെങ്ത് വരുന്ന പുതുതായിട്ടുണ്ടാക്കിയുള്ള ഗ്രില്ലിലേക്ക് അങ്ങനെ എടുത്ത് വെക്കുക. 2 കല്ല് ഹൈറ്റിലേക്കാണ് ഞങ്ങളിത് വെച്ചിട്ടുള്ളത്. കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങളത് ഹൈറ്റ് കുറക്കും കേട്ടോ, കല്ലിൻ്റെ ക്വാണ്ടിറ്റി കുറക്കും. നമ്മുടെ പറമ്പിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ വെളിച്ചക്കുറവ് നല്ല ഉണ്ടാവും. 1 സൈഡ് വെക്കുന്നത് 1/2 മണിക്കൂറാണ് ഞങ്ങൾ വെക്കുന്നത്. അങ്ങനെ 2 സൈഡും പാടിയിട്ട് 1 മണിക്കൂർ കൊണ്ട് തീരാൻ ചാൻസ് ഉണ്ട്. നമ്മളിത് മാറ്റാട്ടോ, അടുത്ത ഗ്രില്ലിലേക്ക് ഇത് നേരെ ഷിഫ്റ്റ് ചെയ്യണം. ഞാൻ പോയി ചാടാൻ നിൽക്കണ്ട കേട്ടോ. അടയാളം വെക്കും ഒരു കള്ളിയായിട്ട്. കുക്ക് വിത്ത് പെർഫെക്ഷൻ ആവണം. അതിന്റെ അപ്പുറത്തേക്ക് വേറെ കാര്യത്തെ കുറിച്ച് ആലോചിക്കണ്ട. മസാല പൊരിച്ചീമ പിടിച്ചിട്ട് വരി പിടിച്ചൊന്നുമില്ല. മസാല പിടിക്കും എങ്ങനെ, കുറെ ടൈം നമ്മൾ വെക്കുമല്ലോ. എങ്ങനെയായാലും പൊരിച്ചീമ കിട്ടുന്ന മാതിരി കിട്ടൂല. ഏയ് അത് അടിപൊളിയാ, അതേ അടിപൊളിയാ. ഇത് ഒരു വിഷയമില്ല. ഇത് റൊട്ടിയും കൂട്ടി പിടിച്ചിട്ടുണ്ടെങ്കിൽ കലക്കും. നിങ്ങൾക്ക് പേടി എന്തായിരുന്നു, ഇത് ടെമ്പർ ആവുമെന്നുള്ളതായിരുന്നു. കറക്റ്റ് വെക്കി അതില്ല കുബൂസ് കൂടാ കേട്ടോ. സഞ്ജയ് അതിലേക്ക് പോന്നോ എൻ്റെ മോനെ മസാല കിടിലം. ആയിക്കോട്ടെ. പൊട്ടിക്കടാ. ഭയങ്കര ഇതാക്കണ്ട. അൽ കുബൂസ് റെഡി. മസാലയാണ് അയിമ ഗിരിച്ച എടുത്തു നോക്കാം. മീറ്റ് എങ്ങനെ ഇഷ്ടപ്പെട്ടോ? വേവ് കുറവാണെന്ന് മീറ്റിന്റെ കട്ടിപ്പല്ല.
മക്കളെ പൊളി എന്ന് പറഞ്ഞ പൊളി കേട്ടോ. വലിമിനെ പോലെ അതുണ്ട്. ഒരു പാത്രം കൊടുത്തുകാണ്ട് ആ കുട്ടിയൊക്കെ കുറിച്ച് കൊണ്ടേ കൊടുക്ക്. തോലില്ലേ തോലൊന്നുമല്ല കേട്ടോ. മീൻ കഴിച്ചിട്ട് വയറ് ഫുള്ളായി. കുബൂസ് കൊടുത്തു ആരും തൊട്ടിട്ടില്ല. ഫുള്ള് മീൻ. ഇനി രണ്ടാൾക്ക് കഴിക്കാനുള്ള മീൻ ഇവിടെ ബാക്കിയുണ്ട് കേട്ടോ. മതിയായി. വേർത്ത് കുളിച്ച് ഞങ്ങൾ കൂടെ ബായ് ഉണ്ട് കേട്ടോ. ബായിക്ക് നല്ല ഇഷ്ടപ്പെട്ടിരിക്കണേ. ബായിനെ രാത്രി കാണുമ്പോൾ എന്തോ രസമാണോ ബായിനെ രാത്രി കാണുമ്പോൾ കാണുമ്പോഴേ ഭയങ്കര ഭംഗി. കംപ്ലീറ്റ് തുടച്ച് വാരി. ഇത് സംഭവം അടിപൊളിയല്ലേ ചേപ്പ? പൊളി.